ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ജോൺസൺ സി. ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് എത്രയും പെട്ടെന്ന് കിടക്കാം. ഇത് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വന്ന സബ്ജക്റ്റ് അറിവുകൾ. എന്താണ് അറിവുകൾ എന്ന് നമുക്ക് അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിയാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു അറിവ് നമുക്ക് സമ്പാദിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആർജിക്കാം, അതിൽ നമ്മൾ പലവിധ രീതികൾ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസം, സ്കൂളിൽ പോയി നമ്മൾ അധ്യാപകരുടെ അടുത്ത് നിന്ന് അറിവുകൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയുള്ള അറിവുകൾ നേടാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രൊഫഷണൽ അറിവിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ അറിവുകൾ നമ്മൾ ശേഖരിക്കുന്നത്, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യേണ്ടത് അവസാനിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതം മുഴുവനായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെയിലി റുട്ടീൻ പോലെ നടക്കുകയാണ്. മറ്റൊരു ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആളെ കണ്ടുമുട്ടുന്നു. ആളടുത്ത് നിന്ന് നമുക്കറിയാത്ത പലതും നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഒരു ജോലി സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പുതിയൊരു അറിവായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു അന്തരീക്ഷം, പുതിയൊരു പ്ലാറ്റ്ഫോം. അതായത് നമ്മൾ എന്നും നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പുതിയ അറിവുകൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ അറിവുകൾ നമ്മൾ പിന്നീട് കൺവേർട്ടായി നമ്മുടെ എക്സ്പീരിയൻസ് ആയി മാറുന്നുണ്ട്. ആ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്ത് നമുക്ക് പറ്റിയത് ഏതാണെന്നുള്ളത് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് അതുമായി പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ പല വ്യക്തികളും നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു അറിവിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറേ ദൂരം കഴിഞ്ഞ ശേഷം മനസ്സിലാവുന്നത്, ഈ അറിവ് കിട്ടി, ഇതിനേക്കാളും നല്ല മികച്ചൊരു അറിവ് വേറെ ഉണ്ടായിരുന്നു, അത് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയതും വൈകി, അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യും? പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അറിവ് ഒന്നും നമ്മളെ തെറ്റായതോ ശരിയായതോ ഒന്നുമല്ല. കാരണം ചില അറിവുകൾ നമ്മൾ കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ പുതിയ അറിവുകൾ കിട്ടുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കാനും, ആ അറിവ് അതിനെ വിചിന്തനം ചെയ്ത് ആ അറിവ് കറക്റ്റ് ആണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ മാനസികമായി തയ്യാറെടുക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ അറിവുകൾ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ആയുധം പോലെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അങ്ങനെ ഒരു കാര്യം ആർജിക്കാനും, അല്ലെങ്കിൽ അത് പ്രയത്നിക്കാനും, അതിനുവേണ്ടി പ്രയത്നിച്ച് ഒരു നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇറ്റ്സ് എനഫ് മീ, ജയ ജോൺസൺ സി.